ഐശ്വര്യ ദേ നിൽക്കുന്നു. ഐശ്വര്യ ഞാൻ കണ്ടു. അവിടെ മറ്റൊരുത്തി നിപ്പുണ്ട്. അവളെ നീ കണ്ടില്ലേ? അത് ഋതികയല്ലേ? അല്ല, നെറികേട്. നെറികേടെന്ന് അവളുടെ പേര്. അതമ്മേ പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും. പ്രാർത്ഥിക്കാനല്ലാതെ ഉഴുതു മറിക്കാൻ പിന്നെ ഇതെന്താ കണ്ടോ? എടി, നിനക്കിതിന് വല്ല പങ്കുണ്ടോ? അയ്യോ എന്റെ പൊന്നമ്മേ, എന്നെ വെറുതെ വിട്ടേക്ക്. എല്ലാവരും കൂടെ എന്നെ ചതിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നീ ചെയ്ത തെറ്റ് തന്നെയാ, എന്നിട്ട് വെറുതെ ന്യായീകരിക്കുന്നോ? മോളെ ഐശ്വര്യേ, നീ ഇങ്ങ് വന്നേ. ഞാൻ ഇപ്പൊ വരാൻ രാധമ്മേ. ഡേ, നിന്റെ ദേഷ്യം മാറിയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാറിയാലും മാറിയില്ലെങ്കിലും എനിക്ക് ഒരു ചുക്കുമില്ല. ഞാൻ കേന്ദ്രമന്ത്രി കൃഷ്ണരാജന്റെ മകളാ. കോട്ടേടി. വേഗം വാ. അമ്മേ, ഞാൻ താമസിച്ചോ? ഇല്ല, അവിടെ വല്ല പ്രശ്നമുണ്ടായോ? ഏയ്, അവളവിടെ പടിയിൽ എന്തോ ഒരു പടം വരച്ചു വെച്ചു. ഞാൻ അറിയാതെ അതിൽ കയറുന്ന ചവിട്ടി. ഒന്നും രണ്ടും പറഞ്ഞു ഒരസി, അത്രേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല മോളെ, നീ ഇവളെ കൊണ്ടുപോയിക്കോ. ചെല്ല്. താക്കീത് കൊടുത്തിട്ടും ഇവൾ എന്റെ മകന്റെ പിന്നാലെ ഉണ്ട്. ഇത് ഞാൻ സമ്മതിക്കില്ല. നിലയ്ക്ക് നിർത്തണം. ഇവൾ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വാർമയും കൂടെ കാണും. ചമ്മണം അടഞ്ഞ് കേറിയിരുന്നോളൂ. എന്റെ ഈശ്വര, എന്റെ രാജുവിനെ എനിക്ക് നഷ്ടപ്പെടരുതേ. എന്റെ മകന്റെ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടക്കാൻ ഞാൻ നേർന്ന നേർച്ചയായി തുലാഭാരം. ദൈവമേ, എല്ലാം ഭംഗിയാക്കി തരണേ. ഭഗവാനെ, ഞാൻ അവിടത്തേക്ക് നടത്തിയ വഴിപാട് പോലും അവളെ വന്ന് നശിപ്പിച്ചു കളഞ്ഞല്ലോ.